ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡയറക്ഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമാൻഡിലേക്കുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ കമാൻഡിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് പകരം ഒരു ഫയലിലോട്ടോ വേറെ ഏതെങ്കിലും ഡിവൈസിലോട്ടോ റീഡയറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സം സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ്. ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിന് റീഡയറക്റ്റ് ചെയ്യുന്നു. ദെൻ ടു ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ. എല്ലാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആയാലും സ്റ്റാൻഡേർഡ് എറർ ആയാലും നമ്മുടെ സ്ക്രീനിലാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസിലാണ് കാണുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫയലിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ട് ഓൾറെഡി നമ്മളൊരു ഫയലിലോട്ട് അപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പഴയ ഫയലിലേക്ക് തന്നെ വീണ്ടും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അപ്പെൻഡ് ചെയ്യാനായിട്ട് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ അല്ലെങ്കിൽ രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇൻപുട്ടിൻ്റെ കേസിൽ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ് ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും എറർ ഔട്ട്പുട്ടിനും കൂടി വേറൊരു ഔട്ട്പുട്ടിനും കൂടി അതിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് മെർജ് ചെയ്ത് റീഡയറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ആംപർസാൻഡ് ഉപയോഗിച്ചിട്ട് ഉള്ള ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് സ്റ്റോർ ദ റിസൾട്ട് ഓഫ് ലിസ്റ്റ് ഓൾ ഫയൽസ് ഡയറക്ടറീസ്. അതായത് LS-L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫയലും ലിസ്റ്റ് ചെയ്ത് വരും. അതിന് പകരം നമ്മുടെ സ്ക്രീനിൽ വരുന്നതിന് പകരം LS-L my out.txt ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ my out എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ സ്ക്രീനിലെ LS then -L ഗ്രേറ്റർ ദാൻ സിമ്പിൾ റീഡയറക്റ്റ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ my out.txt. അപ്പോൾ നമ്മുടെ സ്ക്രീനിലൊരു ഔട്ട്പുട്ട് വന്നില്ല. ഇത് ഡയറക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവുക കാറ്റ് my out.txt ഫയലിൽ കണ്ടോ. കാറ്റ് my ഡോട്ട്, അതായത് നമ്മുടെ my out.txt എന്ന് പറഞ്ഞ ഫയലിലാണ് ഉണ്ടാവുക ഇതിൻ്റെ എല്ലാ ഔട്ട്പുട്ട് ഉണ്ടാവുക. കണ്ടോ, പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഇവിടെ ഞാൻ ലെസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്, വേണമെങ്കിൽ പുറത്തേക്ക് കിടക്കും. ഓക്കെ, ഇനി അടുത്തത് ലിസ്റ്റ് ഓൾ ഫയൽ സ്റ്റാർട്ട് വിത്ത് A. ഇപ്പോൾ ഈ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഫയലിലോട്ട് തന്നെ ഇപ്പോൾ ഞാൻ ലിസ്റ്റിംഗ്.txt അല്ല, ഞാൻ out.txt ഫയലാണ് സെലക്ട് ചെയ്തത്. അതിലേക്ക് തന്നെ വീണ്ടും പുതിയ, അതായത് LS*A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏതിലോട്ട് അപ്പെൻഡ് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത ഫയലിലോട്ട് അപ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ അഗെയിൻ LS*A*, ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടോ my out.txt എന്ന് പറഞ്ഞ ഫയലിലോട്ട് അപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നോക്കൂ, വേണമെങ്കിൽ നാനോ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവസാനത്തിൽ നമുക്ക് കാണാം നമ്മുടെ രണ്ടാമത് ലിസ്റ്റ് ചെയ്ത കമാൻഡിൻ്റെ ഔട്ട്പുട്ട് കൂടി ആ ഫയലിലോട്ട് അപ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനാണ് നമ്മൾ രണ്ട് ഏരോ ഉപയോഗിക്കുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. സ്റ്റോർ ദ എറർ ഓഫ് എ കമാൻഡ്, അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ടച്ച് റൂട്ട് ഡയറക്ടറി താഴെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. test1.txt എന്ന് പറഞ്ഞൊരു ഫയൽ നോക്കൂ. അതായത് നമുക്ക് ഒരിക്കലും റൂട്ട് ഡയറക്ടറി താഴെ ഒരു ഫയൽ സാധാരണ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു എററാണ് വന്നത്. ഈ എറർ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. എറർ വരുന്നത് സ്ക്രീനിന് പകരം ഇപ്പോൾ ഞാൻ error.log എന്ന് പറഞ്ഞ ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, test1 ദെൻ എറർ റീഡയറക്റ്റ് ചെയ്യാനായിട്ട് 2A ഉണ്ടോ. ഏരോ എന്നുള്ളത് ഔട്ട്പുട്ടാണ്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്നുള്ളത് ഔട്ട്പുട്ടാണ്, 2 ഗ്രേറ്റർ ദാൻ എന്നുള്ളത് എറർ. ഇപ്പോൾ നമുക്ക് കാറ്റ് error.log എന്നുള്ള ഫയൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ വരേണ്ട എറർ error.log എന്ന് പറഞ്ഞ ഫയലിലേക്ക് പോയി. ഇനി അടുത്തത് ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ ഡെമോ, എക്സിക്യൂട്ട് ദ കാറ്റ് കമാൻഡ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ടു ലോഗ്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് എവിടേക്ക് സ്റ്റോർ ചെയ്യണം, വേറൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കൂ, അതായത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ എറർ ഒന്നും ഇല്ലെങ്കിൽ, ഇതിന് ഔട്ട്പുട്ടിന് എറർ ഒന്നും ഇല്ല, കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ result.logലേക്കും, ഇഫ് എനി എറർ ദെൻ ഇറ്റ് ഷുഡ് ബി സ്റ്റോർ ടു error.logലേക്കും സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കൂ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഫയൽ ടച്ചോ അല്ലെങ്കിൽ കാറ്റോ ഏതെങ്കിലും ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് demo1 എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു.
ഓക്കെ ഓക്കെ demo1 cat demo1 ഓക്കെ 1 ഓക്കെ ഡെമോ ഫയൽ കൺട്രോൾ ഡി. ഓക്കെ, ഇനി നമ്മളത് cat demo1, അതായത് അതിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാണ്. അതിൻ്റെ കണ്ടന്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന് പകരം റിസൾട്ട് ഡോട്ട് ലോഗിലേക്കും. ഇനി അതല്ല എന്തെങ്കിലും എറർ ഈ കേസിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എറർ ഡോട്ട് ലോഗിലേക്കും റീഡയറക്റ്റ് ചെയ്യും. കണ്ടോ, cat demo1 എന്നുള്ളതാണ് നമ്മുടെ കമാൻഡ്. എന്തെങ്കിലും കാരണവശാൽ വല്ല എറർ ഉണ്ടാവുകയാണെങ്കിൽ എറർ ഡോട്ട് ലോഗിലേക്കും, എറർ ഇല്ലെങ്കിൽ റിസൾട്ട് ഡോട്ട് ലോഗിലേക്കും ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ ഔട്ട്പുട്ടൊന്നും വന്നില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. റിസൾട്ട് ഡോട്ട് ലോഗിൽ ഒന്നുമില്ല, കാരണം അവിടെ റിസൾട്ടിന് എന്തോ എറർ ഉണ്ടായി. അപ്പോൾ അത് പിന്നെ പോയിൻ്റ് എവിടേക്കായിരിക്കും, എറർ ഡോട്ട് ലോഗിലേക്കായിരിക്കും. അതിൻ്റെ എറർ ഡോട്ട് ലോഗിൽ ഒരു ഔട്ട്പുട്ട് വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ഡെമോന് പകരം സ്പെല്ലിങ് തെറ്റിച്ചാണ് കൊടുത്തത്. ഇനി ഒന്ന് ഞാൻ കറക്റ്റായിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, demo1 ഡോട്ട് റിസൾട്ട് ഡോട്ട് ലോഗ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, കണ്ടോ. അപ്പോൾ ആ ഫയലിലെ കണ്ടന്റ്, അതായത് നമ്മുടെ demo1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത കണ്ടന്റ് ലിസ്റ്റ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ് ആയിരുന്നു cat എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ആ demo1 എന്നുള്ളതിൻ്റെ കമാൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ റിസൾട്ട് ഡോട്ട് ലോഗിലേക്കും, എററായിട്ട് വന്നപ്പോൾ എറർ വന്ന ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ഔട്ട്പുട്ട് എറർ ഡോട്ട് ലോഗിലേക്കും റീഡയറക്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് ഒരു CPU-ൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഒരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യണം. അതായത് അതിന് ഉപയോഗിക്കുന്ന കമാൻഡ് LSCPU എന്നുള്ള കമാൻഡാണ് ഒരു CPU-ൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഔട്ട്പുട്ട് നമുക്കൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, LSCPU ഡയറക്റ്റ് ടു സിസ്റ്റം CPU ഡോട്ട് txt. അതായത് LSCPU എന്നുള്ള കമാൻഡിൻ്റെ ഔട്ട്പുട്ട് സിസ്റ്റം CPU ഡോട്ട് txt കൊടുത്തു. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ സിസ്റ്റം CPU ഡോട്ട് txt ഫയലിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും പോയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ cat കമാൻഡ് ഉപയോഗിച്ചൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ലൈൻസ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, cat കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറയുന്നത് WC-L 5 ലൈൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത്, അതായത് WC-L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് കിട്ടാനാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ കമാൻഡിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ ഡോട്ട് txt ഫയൽ എന്നുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ സാമ്പിൾ ഡോട്ട് txt ഫയലിലെ കണ്ടൻറ്റ് എങ്ങോട്ട് കൊടുത്തു, ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇതിലേക്ക് WC-L കൊടുത്തു. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് എന്തെന്ന് പറയുന്നത്, ഈ റീഡയറക്ഷൻ രീതിയിൽ ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് പൈപ്പിംഗ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ cat സാമ്പിൾ ഡോട്ട് txt ഇതിൻ്റെ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് പൈപ്പ് ചെയ്തിട്ട് എന്തിലേക്ക് കൊടുക്കാം, WC-L ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടായാലും എററായാലും രണ്ടും ഒറ്റ ഫയലിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ ചെയ്തത് എറർ ഇല്ലെങ്കിൽ ഒരു ഫയലിലേക്കും, എറർ ഉണ്ടെങ്കിൽ വേറെ ഫയലിലേക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെർജ് ഓപ്പറേറ്ററാണ്. ഓക്കെ, അതായത് ഇപ്പോൾ cat സാമ്പിൾ 1 ജസ്റ്റ് ഇതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പോകേണ്ടത് ഔട്ട് ഡോട്ട് txt-ലേക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നോർമലി ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഔട്ട് ഡോട്ട് txt-ലേക്ക് പോകും. ഇനി ഇതിൻ്റെ കൂടെ, ഈ ഔട്ട്പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി മെർജ് ചെയ്യുക, എററിൻ്റെ ഔട്ട്പുട്ടും കൂടി മെർജ് ചെയ്യും. കണ്ടോ, അപ്പോൾ ഈ ഔട്ട്പുട്ട്
എന്ന് പറയുന്നത് റീഡയറക്ട് ചെയ്യുന്ന ഔട്ട് ഡോട്ട് ടി എക്സിലേക്കാണ്. ഇതേ സ്ട്രീമിലോട്ട് തന്നെ എറർ ഉണ്ടെങ്കിൽ എററിൻ്റെ ഔട്ട്പുട്ടും ഇതിലേക്ക് മെർജ് ചെയ്യുക. അതായത് എറർ ഔട്ട്പുട്ട് ടു മെർജ് ടു ഈ ഒന്നാമത്തെ ഔട്ട്പുട്ടിലേക്ക് മെർജ് ചെയ്യും. നോക്കൂ, ഇപ്പോൾ നമ്മൾ നോക്കാം ക്യാറ്റ് ഔട്ട് ഡോട്ട് ടി എക്സ് ടി നോക്കി നോക്കൂ. ഇതിപ്പോൾ എറർ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതിലൊരു കണ്ടന്റ് ഉള്ള ഒരു ഫയലിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ സാമ്പിൾ 1 ഡോട്ട് ടി എക്സ് ടി എന്നാണ് സാമ്പിൾ 1 ഡോട്ട് ടി എക്സ് ടി എന്നാണ് കൊടുത്തത്. അങ്ങനെ ഒരു ഫയൽ ഇല്ലാത്തതുകൊണ്ട് എററാണ് ഉണ്ടായത്. എറർ എങ്ങോട്ടാണ് പോയത്? ഔട്ട് ഡോട്ട് ടി എക്സ് ടി. ഇനി ഓക്കെ, ഇനി എറർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ കൊടുക്കാം. സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്നുള്ളത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത് നോക്കൂ, കമാൻഡിൻ്റെ ഔട്ട്പുട്ടും അങ്ങോട്ട് തന്നെ പോയി. അതായത് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എറർ ഉണ്ടായി, ആ എററും ഔട്ട് ഡോട്ട് ടി എക്സ് ടിയിലേക്ക് പോയി. അതുപോലെ തന്നെ എറർ ഇല്ലാത്ത സിറ്റുവേഷനിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോഗിങ് ഒക്കെ നടത്തി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡയറക്ഷൻ ഉപയോഗിക്കാം. എങ്ങനെയാണോ എറർ റീഡയറക്റ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എങ്ങനെയാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്, ഇൻപുട്ട് എങ്ങനെയാണ് റീഡയറക്റ്റ് ചെയ്തത്, എങ്ങനെയാണോ ഒരു ഔട്ട്പുട്ടിൻ്റെ കൂടെ വേറൊരു ഔട്ട്പുട്ട് മെർജ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിച്ച് നോക്കുക, അതിനുശേഷം ഈ കമാൻഡ്സ് ഒന്ന് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് പല കമാൻഡിലും ക്വസ്റ്റ്യൻസിലും ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. ഓക്കെ.